തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞ് ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരുടെ പ്രതിഷേധം. രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ പരത്തുന്നത് ആർ.എസ്.എസ്. എന്ന തുഷാർ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. I will not withdraw the statements of murderers. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, നെയ്യാറ്റിൻകരയിൽ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞാണ് ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രതിഷേധമുണ്ടായത്. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാക്കളൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഹരിത, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മുതിർന്ന ഗാന്ധിയനായിട്ടുള്ള അന്തരിച്ച ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന പരിപാടിക്ക് എത്തിയതായിരുന്നു തുഷാർ ഗാന്ധി. ഗാന്ധി മിത്ര മണ്ഡലമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇന്ന് നടത്തിയതും. ആ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടാണ് ഇത്തരത്തിൽ തുഷാർ ഗാന്ധി നെയ്യാറ്റിൻകരയിൽ എത്തുന്നത്. നെയ്യാറ്റിൻകരത്തെ പ്രതിമയുടെ അനാച്ഛാദനം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ ആർ.എസ്.എസിനെയും ബി.ജെ.പിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നെന്നും ഈ ക്യാൻസർ ബാധിപ്പിക്കുന്നത് ഇത്തരത്തിൽ ആർ.എസ്.എസ്. ആണെന്ന് പറഞ്ഞുള്ള ഒരു വാക്കാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. തുടർന്ന് ആ പരിപാടിയിൽ, അതായത് ഗാന്ധി മിത്ര മണ്ഡലത്തിന്റെ ഈ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുക്കാനെത്തിയ ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെയായിരുന്നു വലിയൊരു പ്രതിഷേധവുമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത്. തടഞ്ഞു നിർത്തി പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പറഞ്ഞ പ്രസംഗം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായി ഇവർ നിലയുറപ്പിച്ചത്. എന്നാൽ ഈ പറയുന്ന ബി.ജെ.പിയുടെയോ ആർ.എസ്.എസിന്റെയോ പ്രവർത്തകർ പറയുന്ന രീതിയിൽ താൻ പ്രസംഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ താൻ പറഞ്ഞ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പ്രസംഗം പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗാന്ധിജിക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹം കാറിൽ കയറി തന്നെയാണ് പോയത്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെ വഴിയൊരുക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഇതറിഞ്ഞ് തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത വന്നതിന് ശേഷം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വലിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ ആർ.എസ്.എസിനെയും ബി.ജെ.പിയെയും മുൾമുനയിൽ നിർത്തുന്ന പ്രതിഷേധ വാക്കുകളുമായിട്ടാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഹരിത. ശരി, പ്രദീപ് പാറശാലയാണ് വിശദാംശങ്ങൾ നൽകിയത്.